എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിദ്യാർത്ഥികളെ വളരെയധികം സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു കാര്യമാണ്. അവരുടെ ജീവിതം അപ്പാടെ പല രീതിയിലും പരാജയപ്പെട്ടു പോകാതെ വിജയത്തിലേക്ക് നയിക്കുന്ന ചില പ്രധാന കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും ഒക്കെ അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. നമുക്കറിയാം, ചില കുട്ടികൾ LKG മുതൽ തന്നെ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് റാങ്ക് തന്നെ മേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർ പരാജയം എന്താണെന്ന് അവർക്ക് ഇതുവരെയും അറിയത്തില്ല. അവരുടെ നിഘണ്ടുവിൽ പരാജയം എന്നൊരു വാക്കേ ഇല്ല. അങ്ങനെ അവർ +2 വരെ സുഗമമായിട്ട് പോകുന്നു. +2 വരെ പഠിച്ചിട്ട് സ്കൂൾ ടോപ്പറായിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് പിന്നീട് ശ്രമിക്കുന്നത് അവർക്ക് ഇതുവരെയും യാതൊരു പരിചയവുമില്ലാത്ത ഒരു മേഖലയിലേക്കാണ്, അതായത് പ്രൊഫഷണൽ കോഴ്സസ്. അത് പ്രധാനമായിട്ടും നീറ്റ് അല്ലെങ്കിൽ JEE എക്സാം, ഇങ്ങനെ 2 കാറ്റഗറിയിൽ, അതായത് മെഡിസിന് പോകേണ്ടി വരും, പിന്നെ എൻജിനീയറിങ്ങിന് പോകേണ്ടി വരും. ഇങ്ങനെ 2 മെയിൻ ബ്രാഞ്ചായിട്ട് തിരിയുന്നുണ്ട്. അപ്പോഴും അവർ വളരെയധികം കഠിനമായിട്ട് അധ്വാനിച്ച് അവർക്ക് IITകളിലും അതുപോലെ എയിംസ് പോലെയുള്ള മുതിർന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പല കോളേജുകളിലും അഡ്മിഷൻ കിട്ടുന്നു. അപ്പോഴും അവർ അവരുടെ പഴയ പഠന സമ്പ്രദായം, അതായത് സ്കൂൾ ടോപ്പർ എന്ന് പറയുന്ന, അതുപോലെ ടോപ്പ് റാങ്ക് എന്ന് പറയുന്ന ലെവലിലാണ് പോകുന്നത്. പക്ഷേ അവർ ഈ IIT അല്ലെങ്കിൽ എയിംസ് അല്ലെങ്കിൽ അതുപോലെ ഉന്നത സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തെ ഏറ്റവും മിടുക്കർ വരുന്ന സ്ഥലമാണത്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും മിടുക്കരാകുമ്പോഴേക്കും അവരെല്ലാം തന്നെ ഇതുപോലെ സ്കൂളിലും എല്ലാം ടോപ്പറായിട്ട് വരുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ ഏറ്റവും മുന്നിൽ വരുന്നവർ പിന്നെയും കോമ്പറ്റ് ചെയ്യുകയാണ്. അവരുടെ പിന്നെയുള്ള കോഴ്സിൻ്റെ പലതരം പരീക്ഷകൾ ഇതെല്ലാം നടത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് തോൽവി സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അതുകൊണ്ടാണ് IIT, എയിംസ്, അതുപോലെ പ്രധാനപ്പെട്ട പല മെഡിക്കൽ കോളേജ്, പ്രധാനപ്പെട്ട പല NITs, ഇവിടെയൊക്കെ ഒരുപാട് കുട്ടികൾ ജീവൻ വെടിയുന്ന, അതായത് പരീക്ഷകളിൽ തോൽക്കുമ്പോൾ അവർക്കത് താങ്ങാനേ പറ്റുന്നില്ല. അങ്ങനെ കരിയർ നശിപ്പിച്ചവരുണ്ട്, പലതരം ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരുണ്ട്, ജീവിതം നശിപ്പിച്ചവരുണ്ട്, ജീവൻ വെടിഞ്ഞവരുണ്ട്. അങ്ങനെ പലതരം വിഭാഗങ്ങളിൽ ഈ കാര്യം വരികയാണ്. അപ്പോൾ ഇതിന് നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക? അതായത് നാം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയാം. അതായത് അവർ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരെ തോൽക്കാൻ കൂടി പഠിപ്പിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ പരീക്ഷകൾക്കും മുന്നിൽ വരാതെ ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിൽ അവർ തോൽക്കാൻ അവരെ അനുവദിക്കണം. ഒരു തോൽവി ഒന്നിൻ്റെയും അവസാനമല്ല എന്നവരെ പഠിപ്പിക്കണം. അതുതന്നെയാണ് ഗുരുകുല സമ്പ്രദായങ്ങളിൽ ഗുരുക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ പലതരം പണികൾ ചെയ്യിക്കും. ചില പണികളിൽ ചില ശിഷ്യന്മാർ മുന്നിലായിരിക്കും, മറ്റ് ചില പണികളിൽ ചില ശിഷ്യന്മാർ പിറകിലായിരിക്കും. അങ്ങനെ മുൻപിലും പിറകിലും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് അവർ ഇതിനു മുമ്പേ ജീവിതത്തിൽ പല അവസരങ്ങളിൽ തോറ്റതാണ്. അപ്പോൾ തോറ്റ് തഴമ്പിച്ച ഒരു മനസ്സവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അപാരമായിട്ടുള്ള കരുത്തായിരിക്കും. അതുകൊണ്ട് പുതിയ തോൽവിയിൽ അവർക്ക് പ്രത്യേകിച്ച് യാതൊന്നും തോന്നത്തില്ല. അവർ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതേസമയം തൊട്ടതിനൊക്കെ 1ാം സ്ഥാനം കരസ്ഥമാക്കി വരുന്നവർ, അവർ പരാജയം ഇതുവരെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് തോൽക്കാനുള്ളൊരു മനസ്സില്ല. അപ്പോൾ തോൽവിയോട് അവർ കോംപ്രമൈസ് ചെയ്യത്തില്ല, തോൽവിയോട് അവർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ മനസ്സിനെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. വിജയത്തിൻ്റെ ഏറ്റവും കൊടുമുടിയിൽ നിൽക്കുന്നവർക്ക് താഴോട്ടുള്ള വീഴ്ച ഒരിക്കലും സഹിക്കത്തില്ല. അങ്ങനെ തന്നെയാണ് ഈ ഇന്ത്യയിൽ മെഡിക്കൽ കോളേജുകളിലും എൻജിനീയറിംഗ് കോളേജിലും അതുപോലെ പ്രൊഫഷണൽ കോഴ്സസ് ആയിട്ടുള്ള മറ്റ് പല കോഴ്സുകൾക്കും ഒക്കെ ഒരുപാട് മിടുക്കർ അവരുടെ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് അവരെ പഠിപ്പിക്കണം, തോൽക്കാനായിട്ട് പഠിപ്പിക്കണം, സഹിക്കാനായിട്ട് പഠിപ്പിക്കണം, കോംപ്രമൈസ് ചെയ്യാൻ പഠിപ്പിക്കണം, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. അപ്പോഴേക്കും അതുപോലെ എസ്കേപ്പിസം, അതായത് പല സ്ഥലങ്ങളിൽ നിന്ന് പിൻവാങ്ങി നിൽക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ എല്ലായിടത്തും ഇടിച്ചു കയറി ഒന്നാമത് എന്ന് പറയുന്ന ഒരു മനസ്സ്
അതൊരു കോമ്പറ്റിങ് മൈൻഡാണ്. അങ്ങനെ കോമ്പറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പാകപ്പിഴ വരും. അങ്ങനെയുള്ളവരാണ് ഫാമിലി ലൈഫിൽ തന്നെയും അവർ ആ കാര്യത്തിലും ഫാമിലി ലൈഫിലും വിട്ടുകൊടുക്കത്തില്ല. ഒരു ചെറിയ തെറ്റാണെങ്കിലും അവരത് ക്ഷമിക്കത്തില്ല. അതുപോലെ ആർക്കു മുമ്പിലും തോൽക്കത്തില്ല. അതുപോലെ ഫാമിലി ലൈഫിൽ തന്നെ ഹസ്ബൻഡോ വൈഫോ ഞങ്ങളിൽ ആരാണ് ഏറ്റവും മുന്നിൽ എന്നുള്ള ഒരു ഈഗോ ക്ലാഷ് അവിടെ വരും. അങ്ങനെ അവർ ആരും തോറ്റ് പിന്മാറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരുടെ ലൈഫ് ഫെയിലിയർ ആകുന്നു. അവർ അടിച്ചു പിരിയുന്നു. അതുപോലെ പല ഡിവോഴ്സ് അല്ലെങ്കിൽ പരസ്പരമുള്ള ആക്രമണങ്ങൾ, ഇങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അതായത് മനസ്സിൻ്റെ വഴക്കം ആർക്കാണോ ഏറ്റവും കൂടുതലുള്ളത് അവർ ജീവിത വിജയം നേടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അവരെ ആർക്കെങ്കിലും പരദൂഷണം പറഞ്ഞോ ഏഷണി പറഞ്ഞോ അല്ലെങ്കിൽ കളിയാക്കിയോ അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ അവർ ഏതെങ്കിലും തോൽവി കണ്ടിട്ട് പേടിച്ചോടുന്ന രീതിയല്ല. അവർ വേറെ അവരുടെ ഇഷ്ടപ്പെട്ട മേഖലകളിൽ അവർ വിജയിക്കും. അതായത് ജയവും പരാജയവും ഒരുപോലെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സെന്ന് പറഞ്ഞാൽ അത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ബ്രെയിനാണ്, സന്തുലിതമായിട്ടുള്ള ഒരു മനസ്സാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ മുഴുവനും നേരിടാൻ പോകുന്ന കാര്യങ്ങളെ സമചിത്തതയോടെ അവർക്ക് എതിരിട്ട് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും. മാതാപിതാക്കൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ്? ജയം മാത്രമല്ല ഒരു ജീവിതത്തിൽ. പലതരം പരാജയങ്ങൾ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള പരാജയങ്ങൾ, മനുഷ്യൻ്റെ പിഴവ് കൊണ്ടുണ്ടാകുന്ന പരാജയങ്ങൾ, അല്ലെങ്കിൽ വിധി മനുഷ്യനെ തോൽപ്പിക്കുന്ന ചില പരാജയങ്ങൾ, ഇങ്ങനെ പലതും ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കേണ്ടി വരും. ആർക്കും ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നിടം വരെ സുഖം മാത്രം അങ്ങനെയൊരു കാര്യമില്ല. ജയപരാജയങ്ങളുടെ മിശ്രിതമാണ് ജീവിതം. അത് മാതാപിതാക്കൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക.